നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും യുക്രൈനിൽ സമാധാനം അകലം. റഷ്യൻ സൈന്യം വളഞ്ഞുവെച്ചിരുന്ന യുക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 3 വർഷത്തോളമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ 30 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയും യുക്രൈനുമാണ് വെടിനിർത്തൽ കരാർ എന്ന ആവശ്യം റഷ്യയോട് ഉന്നയിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ച ഫലപ്രദമായിരുന്നു. രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തുറന്നിട്ട ചർച്ചയാണ് നടന്നത്. എന്നാൽ ആയിരക്കണക്കിന് യുക്രൈൻ സൈനികർ റഷ്യൻ പട്ടാളത്തിന്റെ അധീനതയിലാണ്. അവരുടെ ജീവന് ആപത്തുണ്ടാകരുതെന്നാണ് പുടിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത ഒരു കൂട്ടക്കുരുതിയായിരിക്കും സംഭവിക്കുകയെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും യുക്രൈനും തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. അമേരിക്ക നിർദ്ദേശിച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ മുമ്പ് തന്നെ അംഗീകരിച്ചിരുന്നു. അതേസമയം വ്യാഴാഴ്ചയാണ് റഷ്യ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചത്. എന്നാൽ ഏതാനും ഉപാധികളോടെ മാത്രമായിരിക്കും വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നുവെന്നാണ് പുടിൻ അറിയിച്ചത്. യുക്രൈൻ സൈന്യം ഈ വെടിനിർത്തൽ അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച പുടിൻ 30 ദിവസത്തേക്ക് പ്രഖ്യാപിക്കുന്ന വെടിനിർത്തൽ സെലൻസ്കിയുടെ സൈന്യത്തിന് വീണ്ടും സംഘടിക്കാനുള്ള സാഹചര്യം ഒരുക്കുമോ എന്ന ആശങ്കയും പങ്കുവച്ചിരുന്നു. ഏതു വിധത്തിലാണ് വെടിനിർത്തൽ നടപ്പാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമേറിയ ചോദ്യങ്ങളുണ്ടെന്നും ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്താൻ ആഗ്രഹമുണ്ടെന്നും പുടിൻ അറിയിച്ചിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് രാഷ്ട്ര തലവന്മാർക്കും പുടിൻ നന്ദി അറിയിച്ചിരുന്നു. ശത്രുത അവസാനിപ്പിക്കുന്നതിനും മനുഷ്യരുടെ നാശനഷ്ടങ്ങൾ തടയുന്നതിനുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം നടപ്പാക്കുന്നതെന്നാണ് പുടിൻ പറഞ്ഞത്. US നിർദ്ദേശിച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തെ അട്ടിമറിക്കുന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നടപടികളെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു. പുടിൻ മുന്നോട്ട് വെച്ച ഉപാധികൾ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയെ മന്ദീഭവിപ്പിക്കുന്നതാണെന്ന് സെലൻസ്കി ആരോപിച്ചു. കര, വ്യോമ, കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള US-ന്റെ നിർദ്ദേശം ഉപാധികളൊന്നും കൂടാതെ യുക്രൈൻ അംഗീകരിച്ചു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഒഴിവാക്കാൻ റഷ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. യുദ്ധം തുടരാനുള്ള തന്റെ ആഗ്രഹം തുറന്ന് സമ്മതിക്കാൻ മടിക്കുന്ന പുടിൻ വെടിനിർത്തൽ ചർച്ചകളെ സങ്കീർണമാക്കാനാണ് പുതിയ യുദ്ധതന്ത്രം പയറ്റുന്നത് എന്നാണ് സെലൻസ്കിയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം US-ന്റെ വെടിനിർത്തൽ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ച പുടിൻ കരാറിലെ വ്യവസ്ഥകൾ പരിശോധിക്കണമെന്നും ദീർഘകാല സമാധാനത്തിന് വഴി തുറക്കുന്നതാകണമെന്നും പറഞ്ഞിരുന്നു. വെടിനിർത്തൽ തൽക്കാലത്ത് നാറ്റോ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള സമാധാന സേനയെ യുക്രൈനിൽ അനുവദിക്കില്ലെന്നും പറഞ്ഞു. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ, സൊമാലിലാൻഡ്, സുഡാൻ എന്നിവിടങ്ങളിൽ പലസ്തീൻകാരെ പുനരധിവസിപ്പിക്കാൻ US-ഉം ഇസ്രായേലും ഈ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. US നിർദ്ദേശം തള്ളിയതായി സുഡാൻ, സൊമാലിലാൻഡ് അധികൃതർ വ്യക്തമാക്കിയെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ചർച്ച നടന്നതായി സൊമാലിയ സ്ഥിരീകരിച്ചിട്ടില്ല. റിപ്പോർട്ടിനോട് ഇസ്രായേലും US-ഉം പ്രതികരിച്ചിട്ടില്ല. സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയ പ്രദേശമാണ് സൊമാലിലാൻഡ്. ദീർഘകാലമായ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായ സുഡാനിൽ ആഭ്യന്തര അഭയാർത്ഥികൾ 1.5 കോടിയോളം വരും. പലസ്തീൻകാരെ കുടിയൊഴിപ്പിച്ച ശേഷം ഗാസ ഏറ്റെടുത്ത് കടലോര ഉല്ലാസ കേന്ദ്രമാക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി. ഈ മാസം ആദ്യം നടന്ന അറബ് ഉച്ചകോടി പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാതെയുള്ള ഗാസ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. അതേസമയം ഗാസയിൽ ജീവനോടെ ശേഷിക്കുന്ന ഏക അമേരിക്കൻ ബന്ദിയായ ഈഡൻ അലക്സാണ്ടറെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചു. 4 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറും. US പ്രതിനിധി ആദം ബോലറുമായി ഹമാസ് നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച ആരംഭിക്കുന്നതിന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ശ്രമം തുടരുകയാണ്. മാർച്ച് 2 മുതൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം തടഞ്ഞ ഇസ്രായേൽ നടപടി പിൻവലിപ്പിക്കാനും രാജ്യാന്തര സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. അതേസമയം ഗ്രീൻ കാർഡ് കിട്ടിയതുകൊണ്ട് മാത്രം കുടിയേറിയവർക്ക് എല്ലാ കാലത്തും US-ൽ താമസിക്കാമെന്ന് കരുതേണ്ടെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ്. US-ൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി രേഖയാണ് ഗ്രീൻ കാർഡ്. പെർമനന്റ് റെസിഡൻസി എന്നാണ് പേരെങ്കിലും ആജീവനാന്ത സുരക്ഷ ഗ്രീൻ കാർഡ് ഉറപ്പ് നൽകുന്നില്ലെന്നും JD വാൻസ് വ്യക്തമാക്കി. ഈ രാജ്യത്ത് ഒരാൾ വേണ്ടെന്ന് നമ്മുടെ പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും തീരുമാനിച്ചാൽ പിന്നെ അയാൾക്ക് ഇവിടെ തുടരാനുള്ള യാതൊരു അവകാശവുമില്ല. രാജ്യത്ത് ആരെയൊക്കെ ചേർക്കണമെന്ന് തീരുമാനിക്കുന്നത് US-ലെ ജനങ്ങളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രധാനമെന്നും വാൻസ് പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പലസ്തീനെ അനുകൂലിച്ച് കൊളംബിയ സർവകലാശാലയിൽ നടന്ന പ്രകടനത്തിൽ പിടിയിലായ മഹ്മൂദ് ഖലീലിനെ
ട്രംപിന്റെ ഗ്രീൻ കാർഡ് റദ്ദാക്കാനുള്ള നടപടികൾ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തുന്നതിനിടെയാണ് JD വാൻസിന്റെ പ്രസ്താവന. ന്യൂയോർക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഖലീൽ ഇപ്പോൾ ലൂസിയാനയിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ്. 1952 പാസാക്കിയ അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് അനുസരിച്ച് ഏതെങ്കിലും കുടിയേറ്റക്കാരുടെ സാന്നിധ്യം രാജ്യത്തിന്റെ വിദേശ നയത്തിന് പ്രതികൂലമാകുന്നുണ്ടെങ്കിൽ ഇവരെ നാടുകടത്താൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് അവകാശം നൽകുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ വളരെ അപൂർവം സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. US മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി സംബന്ധിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്ദേശം അയച്ചു. മോസ്കോ സന്ദർശിച്ച ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനാണ് സന്ദേശം കൈമാറിയത്. വെടിനിർത്തൽ പദ്ധതിയോട് യോജിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കരാറിലെത്താൻ തിടുക്കപ്പെടേണ്ടതില്ല എന്ന നിലപാടിലാണ് പുടിന്റെ പ്രസ്താവന പ്രതീക്ഷാജനകമാണെന്ന് പ്രതികരിച്ച ട്രംപ് മോസ്കോയിലെ ചർച്ച ഫലപ്രദമായെന്നും പറഞ്ഞു. എന്നാൽ ഇരു നേതാക്കളും തമ്മിൽ ഫോൺ സംഭാഷണം ഉണ്ടായില്ലെന്നാണ് വിവരം. പുടിൻ വെടിനിർത്തൽ വൈകിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. വെടിനിർത്തലിന് മുന്നോടിയായി കർസ്കിലുള്ള യുക്രൈൻ സേനയോട് കീഴടങ്ങാൻ പുടിൻ വ്യാഴാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ യുദ്ധം ശക്തമായേക്കുമെന്ന സൂചന നൽകി. കർസ്കിനോട് ചേർന്നുള്ള യുക്രൈന്റെ സുമി മേഖലയിലെ 8 ഗ്രാമങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാനും തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.